ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞിട്ട് സെക്കൻഡ് മോഡ്യൂളിലെ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റാണ്. ആക്ട് 1969 ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ സെക്ഷൻ 1 പറഞ്ഞു, സെക്ഷൻ 2-ൽ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതിനുശേഷം രജിസ്ട്രേഷൻ പറഞ്ഞായിരുന്നു. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബൈലോസ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബൈലോസ് എന്ന് പറഞ്ഞാൽ വായിച്ചിട്ടുണ്ടായിരിക്കും, എല്ലാവരും വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും കുറേ പേരൊന്നും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ബൈലോസ് എന്താണെന്ന് നോക്കിയവർ, അതായത് ഈ സ്ലൈഡ് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ബൈലോസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഡോക്യുമെൻ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഒരു ഡോക്യുമെൻ്റാണ്, ഇൻറ്റേർണൽ ഡോക്യുമെൻ്റാണ് ബൈലോസ് എന്ന് പറഞ്ഞത്. അപ്പം ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ത് പർപ്പസ് ചെയ്യുന്നോ അതേ പർപ്പസ് തന്നെയാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ബൈലോസ് പെർഫോം ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞായിരുന്നു. ബൈലോ എന്താണെന്ന് പറഞ്ഞു. അതുകൂടാതെ അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ് സാധാരണ ബൈലോസിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെന്നും നമ്മൾ പറഞ്ഞായിരുന്നു. ഇത്രയും നമ്മൾ ഫിനിഷ് ചെയ്തതാണ്. ഇനി എന്താണ് മോഡൽ ബൈലോസ് എന്ന് നമുക്ക് നോക്കാം. മോഡൽ ബൈലോസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് റൂൾ 6-ലാണ് മോഡൽ ബൈലോസ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്ന ഇതാണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോംഡ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ്. ആസ് യു നോ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ പല ഏരിയാസ് സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, ഹാൻഡ്ലൂം സൊസൈറ്റീസ് ഉണ്ട്, ഹൗസിംഗ് സൊസൈറ്റീസ് ഉണ്ട്. അങ്ങനെ പല സൊസൈറ്റീസ് ഉണ്ട്. ഇത്രയും മാത്രമല്ല, ഇതിൽ ഇഷ്ടം പോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് പല ഫീൽഡ്സിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വർക്കിംഗ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, വ്യത്യസ്തമാണ്. അതിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തനമൊക്കെ വ്യത്യസ്തമാണ്, ഓരോന്നിനും വ്യത്യസ്തമാണ്. എന്നാൽ ഒരു രജിസ്ട്രാർ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ കോഓപ്പറേറ്റീവ് ഫീൽഡ് സൊസൈറ്റീസിനും, അതായത് ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓരോ ഫീൽഡിനും അനുയോജ്യമായിട്ടുള്ള ബൈലോസ്, അതായത് മോഡൽ ബൈലോസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മോഡൽ ബൈലോസ് വെച്ചിട്ട് വേണം ഓരോ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസും അതിനനുസൃതമായ മോഡിഫിക്കേഷൻസ്, അതായത് രജിസ്ട്രാർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മോഡൽ ബൈലോസ് ഉണ്ട്, രൂപരേഖ, അങ്ങനെയുള്ള ബൈലോസിൻ്റെ അകത്ത് മോഡിഫിക്കേഷൻസ് വരുത്തി അവരവരുടെ സൊസൈറ്റീസിന് അനുസൃതമായിട്ടുള്ള ബൈലോസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെയാണ് നമ്മൾ മോഡൽ ബൈലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനും അനുസൃതമായ രീതിയിൽ രജിസ്ട്രാർ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മോഡൽ ബൈലോസിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടാണ് ഓരോ സൊസൈറ്റീസിന് അനുസൃതമായ ബൈലോസ് ക്രമീകരിക്കുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുത്തി എടുക്കുന്നത്, ഫ്രെയിം ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് അമെൻമെൻറ്റ്സ് ഓഫ് ബൈലോസ്, അതായത് സെക്ഷൻ 12, 13, അതുപോലെ റൂൾ 9-ലാണ് അമെൻമെൻറ്റ്സ് ഓഫ് ബൈലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി അമെൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമെൻമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അമെൻമെൻറ്റ്സ് മീൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, ലോ പഠിച്ച നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. അമെൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൾട്രേഷനാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നതിനെയാണ് നമ്മൾ അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. ബൈലോസ് സൊസൈറ്റിയുടെ ആവശ്യമനുസരിച്ച് രജിസ്ട്രാർക്ക് അത് അനുയോജ്യമെങ്കിൽ മാറ്റം വരുത്താവുന്നതാണ്. രജിസ്ട്രാർക്ക് മാറ്റം വരുത്താം. സൊസൈറ്റി അതിനുള്ള റിക്വയർമെൻറ്റ്സ് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് അനുയോജ്യമാണ് എന്ന് രജിസ്ട്രാർക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് മോഡിഫിക്കേഷൻസ് വരുത്താവുന്നതാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബൈലോസ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല എന്നില്ല, മാറ്റങ്ങൾക്ക് അനുസൃതമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താം. പക്ഷേ അത് രജിസ്ട്രാറിൻ്റെ പെർമിഷനോടുകൂടി ആയിരിക്കണം മാറ്റങ്ങൾ വരുത്താനായിട്ട്. ഇനി ഇത് അമെൻമെൻറ്റ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, 2 തരത്തിൽ നമുക്ക് അമെൻമെൻറ്റ്സ് ചെയ്യാം. ഒന്ന് ജനറൽ ബോഡി,
അതായത് അതിനെ വോളണ്ടറി അമെൻമെൻ്റ് എന്ന് പറയും. അതായത് സൊസൈറ്റിക്ക് തന്നെ തോന്നുകയാണ് ചില കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ബൈലോസിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തണം എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ നമ്മൾ വോളണ്ടറി അമെൻമെൻ്റ് എന്നാണ് പറയുന്നത്. അതായത് സൊസൈറ്റിയിൽ തന്നെ ജനറൽ ബോഡി അത് പാസ്സാക്കുന്നത്. എന്നിട്ട് രജിസ്ട്രാർക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. രജിസ്ട്രാർ അത് അനുസൃതമാണെന്ന് അനുവദനീയമാണെന്ന് തോന്നുകയാണെങ്കിൽ അത് അമെൻഡ് ചെയ്യും. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ തന്നെ ബൈലോസിൻ്റെ അകത്ത് അമെൻമെൻറ്റ് വരുത്തുന്നു. അതായത് അതിനെ നമ്മൾ കമ്പൽസറി അമെൻമെൻ്റ് എന്നാണ് പറയുന്നത്. അതായത് സൊസൈറ്റി അല്ല ചെയ്യുന്നത്. സൊസൈറ്റി ചെയ്യാതിരുന്ന സാഹചര്യത്തിൽ രജിസ്ട്രാർ തന്നെ അമെൻഡ് ചെയ്യുന്ന അമെൻമെൻറ്റിനെ നമ്മൾ കമ്പൽസറി അമെൻമെൻ്റ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഫസ്റ്റ് കേസ് നമ്മൾ പറയുന്നത് വോളണ്ടറി അമെൻമെൻ്റ് ആണ്. വോളണ്ടറി അമെൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ ബോഡിയാണ് അതിൻ്റെ അകത്ത് അമെൻമെൻറ്റ് വരുത്തുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അമെൻമെൻറ്റ്സ് എന്തൊക്കെയാണ് വരുത്തേണ്ടത് എന്നുള്ള കാര്യം മാനേജിങ് കമ്മിറ്റി ഒന്ന് എക്സാമിൻ ചെയ്യും. എന്നിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കും. ആദ്യം മാനേജിങ് കമ്മിറ്റി എന്തൊക്കെയാണ് അമെൻമെൻറ്റ്സ് വരുത്തേണ്ടതെന്ന് തീരുമാനിച്ച് അതിനനുസരിച്ചൊരു റെസൊല്യൂഷൻ, ഒരു പ്രമേയം പാസ്സാക്കുന്നു. അതിനുശേഷം ജനറൽ ബോഡിയുടെ മുമ്പാകെ ഇത് പ്രസൻറ്റ് ചെയ്യും. ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ ഇതും കൂടെ അതിൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്യും. എന്നിട്ട് 2/3 മജോറിറ്റിയുടെ വോട്ടിങ്ങിൻ്റെ അനുസരിച്ച് എന്ത് ചെയ്യും, ആ പ്രമേയം അവിടെ പാസ്സാക്കുന്നു. 3/2 മജോറിറ്റി എങ്കിലും വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് അമെൻഡ് ചെയ്യാമെന്ന് പ്രമേയം പാസ്സാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് ജോയിൻറ്റ് രജിസ്ട്രാർക്ക് ഫോർവേഡ് ചെയ്യും. ഈ ജോയിൻറ്റ് രജിസ്ട്രാർക്ക് നമ്മൾ ഈ അമെൻമെൻറ്റ്സ് ഇന്ന കാര്യങ്ങളുടെ അകത്ത് അമെൻമെൻറ്റ് വരുത്തണം, അല്ലെങ്കിൽ ഇന്ന ബൈലോസിൻ്റെ അകത്ത് ഇന്ന കാര്യങ്ങളുടെ അകത്ത് മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നുള്ള കാര്യം ജോയിൻറ്റ് രജിസ്ട്രാർക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ജോയിൻറ്റ് രജിസ്ട്രാർക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷനും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യണം. ഇത് 1 മാസത്തിനകം നമ്മളത് ജോയിൻറ്റിലേക്ക് എത്തിക്കുകയും വേണം. ഇനി ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടതുണ്ട്. അതായത് ഒന്ന്, ആപ്ലിക്കേഷൻ സൈൻഡ് അറ്റ്ലീസ്റ്റ് ബൈ ദ സെക്രട്ടറി ആൻഡ് 2 members ഓഫ് ദി കമ്മിറ്റി. ഒരു സെക്രട്ടറി എങ്കിലും അതിൻ്റെ അകത്ത് സെക്രട്ടറിയും 2 മെമ്പേഴ്സും എങ്കിലും, മിനിമം 2 മെമ്പേഴ്സ് എങ്കിലും എന്ത് ചെയ്യണം, ആ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യണം. ഇനി ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് കുറച്ച് പർട്ടിക്കുലേഴ്സ്, ചില കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തണം. അതായത് അതിൽ ഒന്നാമത്തെ കാര്യം ഡേറ്റ് ഓഫ് ജനറൽ ബോഡി അറ്റ് വിച്ച് ദി അമെൻമെൻറ്റ്സ് വാസ് മെയ്ഡ്. എന്നാണ് ജനറൽ ബോഡി വിളിച്ചു കൂട്ടി അമെൻഡ് ചെയ്ത് ആ ദിവസം, അതായത് ആ പ്രമേയം പാസ്സാക്കിയ ദിവസം. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് നോട്ടീസ് ടു കൺവീൻ ദ ജനറൽ ബോഡി മീറ്റിംഗ്. ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിൽ കൺവീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ദിവസത്തെ നോട്ടീസ് നേരത്തെ തന്നെ മെമ്പേഴ്സിന് അയച്ചു കൊടുത്തിരിക്കണം. അതായത് മീറ്റിങ്ങിൽ വരണം, ഇന്ന ദിവസം നമ്മൾ സൊസൈറ്റിയിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, അതിനായിട്ട് മെമ്പേഴ്സ് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് അറിയിക്കുന്ന ഒരു നോട്ടീസ് നമ്മൾ മെമ്പേഴ്സിന് അയച്ചു കൊടുക്കും. അത് എത്ര ദിവസം മുമ്പാണ് നോട്ടീസ് അയച്ചത്. അടുത്ത പോയിന്റ് നമ്പർ ഓഫ് ഡേയ്സ് നോട്ടീസ് റിക്വയർഡ് ആസ് പെർ ദി ബൈലോ ഫോർ ദ ജനറൽ ബോഡി മീറ്റിംഗ്. ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ദിവസത്തെ നോട്ടീസ് കൊടുത്തിരിക്കണം, അതായത് ബൈലോ പ്രകാരം എത്ര ദിവസത്തിന് മുമ്പ് തന്നെ നമ്മൾ നോട്ടീസ് അയച്ചിരിക്കണം, അതും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. അപ്പോൾ അതായത് ആപ്ലിക്കേഷൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് സെക്രട്ടറിയും 2 മെമ്പേഴ്സ് എങ്കിലും സൈൻ ചെയ്യണം. രണ്ടാമത് ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിൽ എന്നാണ് നമ്മൾ അമെൻമെൻറ്റ്സ് പാസ്സാക്കിയത്, അത് ജനറൽ ബോഡി എന്നാണ് വിളിച്ചു കൂട്ടിയത്, ആ ഡേറ്റ് ഉൾപ്പെടുത്തണം. പിന്നെ എത്ര ദിവസം മുമ്പായിട്ട് ഈ മെമ്പേഴ്സിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ബൈലോ പ്രകാരം എത്ര ദിവസത്തിനകം എങ്കിലും ഇത് മെമ്പേഴ്സിനെ, അതായത് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതിന് ഇത്ര ദിവസം മുമ്പ് മെമ്പേഴ്സിനെ അറിയിക്കണമെന്നുണ്ട്. അത് എത്ര ദിവസമാണ് ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത്, അതും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. ഇനി ഇതുകൂടാതെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി ഓൺ ദി ഡേറ്റ് ഓഫ് സച്ച് മീറ്റിംഗ്. ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് എത്ര പേരാണ് അവിടെ വന്നിരുന്നത്, ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തത് എത്ര പേരാണ്, നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹു ഫോംഡ് കോറം ഓഫ് സച്ച് മീറ്റിംഗ്. ഇനി ഒരു മീറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് കോറമുണ്ട്.
ഇത്ര പേര്, അതായത് മീറ്റിങ്ങിൻ്റെ അകത്ത് മിനിമം ഇത്ര പേരെങ്കിലും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ക്വാറം. അടുത്തത് നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് അറ്റ് സച്ച് മീറ്റിംഗ്. ഈ ക്വാറത്തിൽ ഇത്ര പേര് വരണം, അതായത് ഒരു മീറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇത്ര പേര് വേണമെന്നുണ്ട്. ഇനി അതിൽ എത്ര പേരാണ് വന്നിരുന്നത്, കൃത്യമായിട്ട് എത്ര പേരാണ് വന്നിരുന്നത്. ഇനി അടുത്തതിൻ്റെ അകത്ത് പറയുന്നത് എത്ര പേരാണ് ഇതിനായിട്ട് വോട്ട് ചെയ്തത്, എത്ര പേരാണ് മീറ്റിങ്ങിന് വോട്ട് ചെയ്തതെന്നും അതിൽ അടുത്തത് പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് പോയിൻ്റിൽ പറഞ്ഞിരിക്കുന്നത് അമെൻമെൻറ്റിനായിട്ട് എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബൈലോസിൻ്റെ അകത്ത് മോഡിഫിക്കേഷൻ വരുത്തുന്നതിൻ്റെ അകത്ത് എതിർപ്പില്ലാത്ത എത്ര പേരുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഈ ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. അത് 1 മാസത്തിനകം ഈ അമെൻമെൻറ്റ് വരുത്താനിരിക്കുന്ന കാര്യങ്ങളും ബൈലോസിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അമെൻഡ് ചെയ്യാനിരിക്കുന്നത്, അതിനായിട്ടുള്ള പ്രമേയം പാസ്സാക്കിയ ആ ഡീറ്റെയിൽസ്, അതിൻ്റെ കൂട്ടത്തിൽ ആപ്ലിക്കേഷന്, പിന്നെ ഒരു സെക്രട്ടറിയും 2 മെമ്പേഴ്സെങ്കിലും സൈൻ ചെയ്തിരിക്കണം ആ ആപ്ലിക്കേഷനിൽ. പിന്നെ അതുകൂടാതെ കുറച്ച് പർട്ടിക്കുലേഴ്സും കൂടെ അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇതും കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. ഇത് ജോയിൻറ്റ് രജിസ്ട്രാറിൻ്റെ അടുത്ത് വിതിൻ 1 മന്തിനകമെങ്കിലും അവിടെ എത്തിച്ചിരിക്കണം. അതായത് പ്രമേയം പാസ്സാക്കി അന്ന് മുതൽ 30 ദിവസത്തിനകം അത് അവിടെ ജോയിൻറ്റ് രജിസ്ട്രാറിൻ്റെ അടുത്ത് എത്തണം. ഇനി ഇത് കൂടാതെ 2 കാര്യങ്ങളും കൂടെ ഉണ്ട്. അതായത് കോപ്പി ഓഫ് റെലവൻറ്റ് ബൈലോസ് ഇൻ ഫോഴ്സ്. ഇപ്പം നിലവിലുള്ള ബൈലോയുടെ ഒരു കോപ്പി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ഇനി അതുപോലെ തന്നെ 4 കോപ്പീസ് ഓഫ് ദി ടെക്സ്റ്റ് ഓഫ് ദി സൈൻഡ് പ്രപ്പോസ്ഡ് അമെൻമെൻറ്റ്. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ ഇത് സൈൻ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു, സെക്രട്ടറി 2 മെമ്പേഴ്സും സൈൻ ചെയ്ത ആ അമെൻമെൻറ്റിൻ്റെ പ്രപ്പോസ്ഡ് അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രപ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ അമെൻഡ് ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളുടെ ആ ടെക്സ്റ്റിൻ്റെ ഒരു 4 കോപ്പീസും കൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം 4 കോപ്പീസ്, അതായത് പ്രപ്പോസ്ഡ് അമെൻമെൻറ്റ് എന്ത് കാര്യങ്ങളാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ള അമെൻമെൻറ്റിൻ്റെ പ്രപ്പോസ്ഡ് അമെൻമെൻറ്റും, പിന്നെ അതിൻ്റെ 4 കോപ്പീസ്, പിന്നെ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം. ഇനി ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. അതുകൂടാതെ ബൈലോസ്, നിലവിലിപ്പം ഏതാണ് ബൈലോ സൊസൈറ്റി ഫോളോ ചെയ്യുന്നത് ആ ബൈലോയും കൂടെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ഇനി ഇത് രജിസ്ട്രാറിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് രജിസ്ട്രേഷൻ ഓഫ് അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് രജിസ്ട്രാറാണ്. അപ്പോൾ രജിസ്ട്രാർ ബിഫോർ രജിസ്റ്ററിങ് കൺസൾട്ട് വിത്ത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ, ഫിനാൻസിങ് ബാങ്ക് ഇഫ് ദ സൊസൈറ്റി ഈസ് ഇൻഡെപ്റ്റഡ്. അതായത് ആദ്യം രജിസ്ട്രാർ എന്ത് ചെയ്യും, ആദ്യം സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനോടും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനോടും ഫിനാൻസിങ് ബാങ്കിനോടും എന്ത് ചെയ്യും, അവരുമായിട്ട് ഒരു ചർച്ച നടത്തും. ഈ സൊസൈറ്റി എത്ര രൂപയാണ് കടമെടുത്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യും. അതിനുശേഷം രജിസ്ട്രാർ എക്സാമിൻഡ് പ്രപ്പോസ്ഡ് ബൈലോസ് ആൻഡ് രജിസ്റ്റർ ഈഫ് സാറ്റിസ്ഫൈഡ്. അതിനുശേഷം എന്ത് ചെയ്യും, ഈ പ്രപ്പോസ്ഡ് ബൈലോസ്, അതായത് അമെൻമെൻറ്റ് ചെയ്യാനുള്ള ബൈലോസിൻ്റെ അകത്തെ പ്രപ്പോസ്ഡ് ബൈലോസും കൂടെ വെരിഫൈ ചെയ്യും. ഇനി രജിസ്ട്രാർക്ക് താല്പര്യപ്പെട്ടെങ്കിൽ അതിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് രജിസ്റ്റർ ചെയ്യും. രജിസ്ട്രാർ ഫോർവേഡ് കോപ്പി ഓഫ് രജിസ്റ്റേർഡ് അമെൻമെൻറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ സൈൻഡ് ആൻഡ് സീൽഡ് ബൈ ഹിം. ഇനി എന്ത് ചെയ്യും, അതിനുശേഷം ഇത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യും, രജിസ്റ്റേർഡ് അമെൻമെൻറ്റ്, അതായത് അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ സൈൻ ചെയ്യുക, അത് അംഗീകരിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ ഇഷ്യൂ ചെയ്യും. അത് സൈൻ ചെയ്തിരിക്കണം, അത് സീൽ ചെയ്തിരിക്കണം രജിസ്ട്രാർ. എന്നിട്ട് അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെൻഡ് ചെയ്യും. ഇനി രജിസ്ട്രാർ രജിസ്ട്രേഷൻ റെഫ്യൂസ് ചെയ്തെങ്കിൽ ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റെഫ്യൂസൽ ടുഗദർ വിത്ത് റീസൺസ് വിത്തിൻ 7 days. 7 ദിവസത്തിനകം എന്ത് ചെയ്തിരിക്കണം, ആ റെഫ്യൂസൽ ഓർഡർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൽ എത്തിച്ചിരിക്കണം. ഇനി ഇത് എന്നാണ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അമെൻമെൻറ്റ് വിൽ ബി ഇൻ ഫോഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. എന്നാണ് രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്നത്, അതായത് അമെൻമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്നത് എന്നാണോ അന്നാണ് ഡേറ്റ് ഓഫ് അന്ന് മുതൽ എന്ത് ചെയ്യും, ഈ ബൈലോ എന്ത് ചെയ്യും, പ്രാബല്യത്തിൽ വരും. അപ്പോൾ ആ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷനെയാണ് നമ്മൾ സെക്ഷൻ 13 എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്.
ഞാൻ ഏകദേശം ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. സെക്കൻഡ് മോഡ്യൂളിൻ്റെ ഒരു 1/4 പോർഷൻ ആയിട്ടുണ്ട്. ഞാനൊരു ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാം. ടുഡേയ്സ് അസൈൻമെൻറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോളണ്ടറി അമെൻമെൻറ്റ് ആൻഡ് കമ്പൽസറി അമെൻമെൻറ്റ് ഓഫ് ബൈലോസ്. ഇത് കുറച്ച് എഴുതി വെച്ചാൽ മതി. ജസ്റ്റ് വോളണ്ടറി അമെൻമെൻറ്റ് എന്താണെന്നും കമ്പൽസറി അമെൻമെൻറ്റ് എന്താണെന്നും മാത്രം എഴുതിയാൽ മതി. താങ്ക് യു.